വണക്കം, നമസ്കാരം, സത് ശ്രീ അകാൽ. ഞാൻ നിങ്ങളുടെ മോട്ടിഫൈൻഡർ നയൻതാര. ഇന്ന് നയൻതാരയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയർന്ന വളരെ ചുരുക്കം ചില വ്യക്തികളിൽ വൺ ഓഫ് ദ പേഴ്സൺ ആണ് ഈ പറഞ്ഞ നയൻതാര. മലയാളിയായ നയൻതാര. ഇന്ത്യൻ സിനിമയിൽ എന്നല്ല, മലയാള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിൽ എത്തിയിട്ടുള്ളൂ. നമ്മുടെ ശോഭന, മഞ്ജു വാര്യര്, അങ്ങനെ കുറച്ച് ഷീലാമ്മ, അങ്ങനെ കുറച്ച് വളരെ തുച്ഛം എണ്ണം പറഞ്ഞ നടികൾ മാത്രമേ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയർന്നിട്ടുള്ളൂ. അതിലും ഇപ്പോൾ വേണമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് ഓഫ് ദ പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നയൻതാര. ഇത് ഒറ്റയ്ക്ക് ഒരു സിനിമ വിജയിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. പിന്നെ ഇന്ന് നെറ്റ്ഫ്ലിക്സില് പുള്ളിക്കാരുടെ ഒരു ഡോക്യുമെന്ററി ഇറങ്ങിയായിരുന്നു, നയൻതാര ദിവ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. നയൻതാരയുടെ കുറെ പോസിബിലിറ്റീസും നെഗറ്റിവിറ്റീസും ഒക്കെ ഉണ്ട്. മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ഡയാന എന്നാണ് പുള്ളിക്കാരിയുടെ പേരായിരുന്നു. സത്യനന്ദിക്കാടിന്റെ മനസ്സിലാക്കര എന്ന മൂവിയിൽ കൂടെയാണ് പുള്ളിക്കാരി വന്നത്. അവിടെ നിന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫാസിലിന്റെ മൂവിയിലേക്കാണ്, വിസ്മയത്തുമ്പത്തിലേക്ക് പോകുന്നത്. അന്ന് തന്നെ ഫാസിൽ സാർ സത്യനന്ദിക്കാരനെ വിളിച്ച് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഇവരിവിടെ എങ്ങനെ നിൽക്കില്ല, ഞാൻ മേലേക്ക് കയറി പോകുന്നു. അങ്ങനെ ഒരാൾക്ക് തോന്നണമെങ്കിൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. കോൺഫിഡൻസ് മുൻപിൽ കാണുന്ന ഒരൊറ്റ വ്യക്തിയാണ് പുള്ളിക്കാരി. അത് കഴിഞ്ഞ് വിഘ്നേഷിനെയാണ് കല്യാണം കഴിച്ചത്. വിഘ്നേഷ് ശിവൻ എന്ന് പറയുന്നത് ഒരു തമിഴ് ഡയറക്ടറാണ്. അതും ഒരു ഇന്റർകാസ്റ്റ് മാരേജ്. മലയാളികൾ ഇന്റർകാസ്റ്റ് മാരേജിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. എങ്കിൽ പോലും വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു. എന്താ ഹാപ്പി ബർത്ത്ഡേ. അതേപോലെ തന്നെ എല്ലാവിധ ആശംസകളും. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയർന്നതിൽ വളരെ മലയാളികൾക്ക് അഭിമാനിക്കാം. ഞാൻ നിങ്ങളുടെ മോട്ടിഫൈൻഡർ, സൈനിങ് ഔട്ട്. എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ.